സുഹൃത്തുക്കളെ, ഇത് ഇങ്ങനെ കിടക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം മുഴുവൻ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 19ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന മധ്യപ്രദേശിലാണ്. വളരെയധികം തിരക്ക് പിടിച്ചൊരു യാത്രയായിരുന്നു ഇന്നലെ ഞാൻ നടത്തിയത്. കാല് കുത്താൻ പോലും ഇടയില്ലാത്ത ഈ ഒരു ട്രെയിനിലായിരുന്നു ഇന്നലെ ഞാൻ നിന്നുകൊണ്ട് 12 മണിക്കൂറോളം യാത്ര ചെയ്തത്. അങ്ങനെ ഞാൻ സ്റ്റേഷനിലെത്തി കുറച്ചു നേരം വിശ്രമിച്ച ശേഷം ഫ്രഷായി ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കാണാൻ സാധിച്ചത്. ഇവരൊന്നും ട്രെയിനിൽ പോകാൻ വന്നിരിക്കുന്നവരല്ല, ഇവരിവിടെ സ്ഥിരം വസിക്കുന്നവരാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഇവർ പകൽ സമയം പണിക്ക് പോകും, രാത്രിയിൽ ഇവിടെ വന്നുറങ്ങും. മഴ പെയ്യുമ്പോൾ എന്താവും അവസ്ഥ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കാണാൻ സാധിച്ചത്. വഴിയിലാകെ മൊത്തം വേസ്റ്റുകളാണ്. പബ്ലിക് റോഡിലാണ് ഇത്രയും അധികം വേസ്റ്റുകൾ തള്ളിയിരിക്കുന്നത്. നാളെയും ഇവർ ഈ വഴിയിൽ കൂടെ നടക്കാനുള്ളതാണ് എന്ന ചിന്ത ഇവർക്കാർക്കും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കാണാൻ സാധിച്ചത്. കാലിലൊരു മുടന്തൊക്കെ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചെന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് ഓർത്തു. ഇദ്ദേഹമാണ് ഈ പരിസരം വൃത്തിയാക്കുന്നത്. ആഴ്ചയിൽ 150 രൂപ വെച്ച് കിട്ടും. അത് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒന്നും അല്ല കൊടുക്കുന്നത്, ഇവിടെയുള്ള കടക്കാരാണ്. അവരുടെ കടയുടെ മുൻഭാഗം വൃത്തിയായിരിക്കാനായാണ് ഇദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അടുത്ത ആഴ്ച സർജറി പറഞ്ഞിരിക്കുകയാണ് കാലിന്. എങ്കിലും വീട്ടിലെ കഷ്ടപ്പാട് മൂലമാണ് ഇവിടെ വന്ന് വീണ്ടും ജോലി ചെയ്യുന്നത്. ഇന്ന് ഇദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒപ്പം കുറേയധികം ദൂരം കൂടി വൃത്തിയാക്കി കൊടുക്കാമല്ലോ. വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള അവിടുത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ പതിയെ ചൂല് വാങ്ങി വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. വയ്യാത്ത അദ്ദേഹത്തെ ഒരു കടയുടെ സൈഡിൽ കൊണ്ടേ ഇരുത്തി. അങ്ങനെ പോരാൻ നേരത്ത് അദ്ദേഹം ഒരുപാട് നന്ദി പറയുകയുണ്ടായി. അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാതിരുന്ന സമയത്താണ് ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് സഹായിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴുള്ള അവിടുത്തെ അവസ്ഥയായിരുന്നു ഇത്.